30 കൽപ്പൂരം വരെ വില കൊണ്ടിരുന്നത് ഈ റോഡ് കൂടെയാണ് പോകുന്നത്. പാലക്കാട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് 22,000 രൂപ കൊടുക്കുന്ന ട്രെയിലർ ലോഡ് കയറ്റിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഈ ടോളിന് മാത്രമാണ് 22,000 കൊടുക്കുന്നത്. പാലിയേക്കര ടോളിന് 22,000 വേറെ. അത് തന്നെ അത് മറ്റേ നമ്മളെ ആലപ്പുഴ ടോളിന്റെ അവിടെ 280 രൂപ അത് വേറെ. പറഞ്ഞോട്ടെ ഡെയിലി ഓടിയിട്ട് 500 രൂപ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകൾ. നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷം ചോദിക്കാൻ മറന്നു പോകുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നമ്മൾ നികുതി കൊടുക്കുന്ന, നമ്മൾ പണം കൊടുത്തിട്ടുള്ള, നമ്മുടെ പണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റോഡ് എവിടെ, കേന്ദ്ര സർക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ പ്രതിപക്ഷം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും പ്രതിപക്ഷമായി നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ, ഈ ഒരു ചോദ്യം അവർ ചോദിക്കാൻ മറന്നുപോയ ചോദ്യമാണ്. മനഃപൂർവ്വം അവർ അവോയ്ഡ് ചെയ്യുന്ന ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയുടെ നികുതി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടിയുള്ള ചാർജ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകളാണ്. അതുപോലെ തന്നെ വിലക്കയറ്റത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ് കേരള സർക്കാരിനെതിരെ മാത്രം. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികൾ, നമ്മളിപ്പോ നിൽക്കുന്നത് പന്നിയങ്കര ടോളല്ലേ, പന്നിയങ്കര ടോളിന് മുന്നിലാണ്. അതാ വാഹനങ്ങളുടെ വിലവിവര പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കാർ ഓടിക്കുന്ന ആൾ 110 രൂപ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കൊടുക്കണം. മാസത്തേക്ക് 3605 രൂപ. എന്റെ കൂടെയുള്ളത് റഹ്മാൻ പത്തിരിപ്പാലയാണ്. അദ്ദേഹം ലോറി ഡ്രൈവറാണ്. അദ്ദേഹം പറഞ്ഞുതരും ഈ ഒരു ടോളുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് വിലക്കയറ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു തരില്ല. ഇതിന്റെ ഇപ്പോഴത്തെ നിലവിൽ ഇനി വരാൻ പോകുന്നതിന് പ്രതിവർഷം ഇതുവരെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ആര് ഭരിക്കും എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ വർധനവ്, അതായത് ഒരു മാസത്തിന് 50 തവണ പാസ് ചെയ്യാനും 3605. അതുപോലെ തന്നെ സാധാരണ ഒരു പൗർണസോവിന്റെ 8000 കിലോന്റെ വണ്ടിക്ക് പാസ് ചെയ്യാനുള്ളതാണ് 5575. 12 ടണ്ണിന്റെ പാസ് ചെയ്യാനുള്ളതാണ് 11,300. 14 വീല് പാസ് ചെയ്യാനാണ് 17,235. ട്രെയിലർ പാസ്സാവാനാണ് ഒരു മാസത്തേക്ക് 22,210 രൂപ. ഇന്ത്യ സംസ്ഥാനത്തൊന്നല്ല. ഇനി ഇവിടുന്ന് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കാൻ പോവാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ, അതായത് പ്രതിപക്ഷ നേതാവായ ഈ മണ്ഡലത്തിൽ, അതായത് പന്നിയങ്കര ആലത്തൂർ മണ്ഡലത്തെ രമ്യ ഹരിദാസ് MP ആയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് എന്താണ് ഈ ടോൾ വർധനയ്ക്കെതിരെ നാളെ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാണ്ടിരുന്നത്? ഇനി BJPന്റെ MP ഇപ്പത്തിന്റെ ഇടക്ക് ആലത്തൂർ മണ്ഡലം വികസനത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നേരത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇനി വരാൻ പോകുന്ന ടോൾ വർധനവ് വന്നാൽ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും. ഇതിലെന്താ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വിഷയം എന്നോ, 1 ലക്ഷം രൂപക്ക് ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഞാൻ വാങ്ങുന്ന വെച്ചാൽ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച 1,18,000 രൂപ ഞാൻ കേന്ദ്ര സർക്കാരിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ തിരികുന്നുണ്ട്. അതുകൂടാണ്ട് 15 വർഷത്തേക്ക് ഒരു കാറിന് ഞാൻ ടാക്സ്, വേറെ 5 കൊല്ലത്തിനുള്ള ടാക്സ് ഞാൻ കെട്ടുന്നുണ്ട്. ഇതൊക്കെ കെട്ടണമെങ്കിൽ ഈ നാഷണൽ ഹൈവേ കൂടെ ഓർമ്മ ഇത് ഞാൻ കെട്ടണം. നമ്മൾ ആ ഒരു ഓട്ടോറിക്ഷയുടെ നികുതി വർധനയിലേക്ക് വരാം. ഓട്ടോറിക്ഷ മാത്രമല്ല, സകലമാന വാഹനങ്ങൾക്കും പുതുക്കാനുള്ള പണവും ടാക്സും രജിസ്ട്രേഷൻ ഫീസും എല്ലാം വർദ്ധിച്ചിരിക്കുകയാണ്. എത്ര ശതമാനം വർദ്ധിച്ചു? അതായത് ഓട്ടോറിക്ഷക്ക് വർദ്ധിച്ചിരിക്കണം 400 രൂപ ഉണ്ടായിരുന്നത് ഇപ്പം 4,300 രൂപ. 10 ഇരട്ടിയിലധികം വർധന. അത് അതിന് വേറൊരു സംഭവമുണ്ട്. സംസ്ഥാന സർക്കാരാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ള ആൾക്കാർ, ഞാനടക്കം സംസ്ഥാന സർക്കാർ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ന്യായത്തിന്റെ ബാധ്യത ഇലക്ഷനാണ്. അപ്പൊ ഇവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയാറ്. സർക്കാരിന്റെ മുമ്പിൽ ഈ ഒരു വർധനവ് വന്നപ്പോ ഈ നിയമം കൊടുത്തത് കേന്ദ്ര സർക്കാരാണ്. ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക്, എല്ലാ 28 സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ നോട്ടീസ് കേന്ദ്ര സർക്കാർ കൊടുക്കും. അത് സംസ്ഥാനത്തിന് അനിവാര്യമാണെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് MP മുഖാന്തരം കേന്ദ്രത്തിന് അറിയിപ്പിച്ചിട്ട് ബില്ല് പാസ്സാക്കുന്നതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം പാസ്സാക്കിയപ്പോ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം ഇതിന് ഇടപെട്ടിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം രണ്ടുപേരും തരണം. കേന്ദ്രം കൊണ്ടിരിക്കുക, പക്ഷെ അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനങ്ങളാണ്. ഇവിടെ ഈ നിയമം കൊടുന്നപ്പോ ഇതേമാതിരി നമ്മളുടെ റോഡിംഗ് ബസിന്റെ ഒരു നിയമം കൊടുന്നപ്പോ അപ്പീലിന് പോയ സർക്കാരാണ് പറഞ്ഞവര്. അപ്പീലിന് പോയി. എന്നാൽ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ, ലോറിന്റെയും ഓട്ടോറിക്ഷന്റെയും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുള്ളൂ. സാധാരണക്കാരന്റെ വിമാനമാണ് ഓട്ടോറിക്ഷ. അവർക്ക് ഒരു പെട്ടെന്ന് തന്നെ അത് അവരുടെ ചാർജ് പറഞ്ഞ 1.5 കിലോമീറ്റർ വരെ 30 രൂപ. നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഓട്ടോ ഇല്ല, ഒന്നുമില്ല. ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ കടം വാങ്ങിയിട്ടും ഭാര്യയുടെ കെട്ടുതാരി പണയം വെച്ചിട്ടും വീടിന്റെ ആധാരം പണയം വെച്ചിട്ടും ഒക്കെ 3 ചക്ര വണ്ടികൾ, ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ പെരുകിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഓട്ടം പോലും കിട്ടുന്നില്ല. ഡെയിലി ഓടിയിട്ട് 500 രൂപ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകൾ. 500 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഓടണം? അതായത് ഒരു ദിവസം രാവും പകലും കഷ്ടപ്പെട്ട ആ വണ്ടിന്റെ അടവിനുള്ള പൈസയോ അവന്റെ കുടുംബത്തിനുള്ളതും കഴിഞ്ഞിട്ട് വേണം അവന്റെ വണ്ടിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് മാറ്റി വെക്കണം. അധികവും ലോക്കൽ ഓട്ടങ്ങളാണ് കിട്ടുക. ഒരു ഓട്ടത്തിന് 50 രൂപ 60 രൂപയുടെ ഒക്കെ ഓട്ടമാണ് ഒരു ഓട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഒരു 10 ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും?
നിങ്ങൾ ചിന്തിച്ച് നോക്കുക, 10-600 രൂപ കിട്ടും. അതിന് പെട്രോളിന്റെ അല്ലാതുണ്ടെങ്കിൽ ഗ്യാസിന്റെ ഡീസലിന്റെ വില കഴിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് നോക്കാം. അത് കൂടാണ്ട് ഇനിയിപ്പോ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നത് കോൺഗ്രസ് ആണ് നമ്മുടെ കേരളത്തിൽ അല്ലെ. ഇങ്ങനത്തെ നിയമങ്ങൾ കൊടുത്തിട്ടും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇതിനെ തടയാത്തത്? ഇനി അത് തടയാൻ പോട്ടെ, ഇവർ ഈ വിലക്കയറ്റത്തിന് എങ്ങനെ മറികടക്കാനാണ് ഇവർ പ്ലാൻ ഇട്ടിട്ടുള്ളത്? കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കോൺഗ്രസ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പ് കൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ വന്നിരിക്കുന്ന അധോഗതി വന്നിരിക്കുന്നത്. അവരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വലിയ ചൂഷണങ്ങൾക്ക് ജനങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ഹൈവേ വരാൻ പോകുന്നത് പറഞ്ഞു. അതിന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ആ ഹൈവേക്ക് ഈ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റേതൊരു സംസ്ഥാന സർക്കാർ പറഞ്ഞോട്ടെ. അതായത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഇപ്പൊ ക്രൂഡോയിലിന്റെ വില നമുക്കറിയാം, 100 രൂപയിൽ താഴെയാണ്. $148 വിലയുള്ള സമയത്ത് 72 രൂപ അടിച്ച നമ്മൾ 100 രൂപയിൽ താഴെയുള്ള സമയത്ത് നമ്മളിപ്പോ എത്രയൊക്കെ അടിക്കുന്നത്? ഇപ്പൊ ഡീസൽ അടിക്കുന്നത് 96 ചില്ലറക്കാണ്. അതെ, തീർച്ചയായും പെട്രോൾ അടിക്കുന്ന ഈ ഒരു പണമൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ നികുതി പണം കൊണ്ട് ഇത്തരത്തില് റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി എന്താണ് അവിടെ വരാൻ പോകുന്നത്? ഡീസലും പെട്രോളും റോഡിൽ എന്താണ് വരാൻ പോകുന്നത്? ഇതുപോലെ അവർ പിരിച്ചിട്ട് പോവുകയും ചെയ്യും. വിലക്കയറ്റം തിരുവനന്തപുരത്തേരും കൊല്ലത്തേരും മൂച്ചും. അപ്പോ നമ്മൾ നികുതി അടയ്ക്കുന്ന പണം അവിടെ, നമ്മൾ ഡീസലിനും അധികം കൊടുക്കുന്ന പണം അവിടെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മുടെ കീശയിൽ നിന്ന് രാവിലെ മുതൽ ചൂഷണം ചെയ്തെടുത്തു കൊണ്ടുവന്ന പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന പണം എവിടെ പോയി? സർക്കാരിന്റെ ഖജനാവിലേക്കാണോ? പ്രൈവറ്റ് കമ്പനിയിലേക്കാണ് ഈ പണമൊക്കെ പോകുന്നത്. അതുപോലെ ഒറ്റ കാര്യം കൂടെ, അതായത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട്. മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുമുള്ള അവകാശം. ആ അവകാശത്തിന്റെ നിഷേധമല്ലേ? പിന്നെ ഇത് കൂടാണ്ട് ഇനി ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ടോളുകളും ചെയ്തുകൊണ്ട് പ്രതിവർഷം കാലവർഷം വരുമ്പോൾ മഴ പെയ്ത് റോഡ് നാശിക്കുമ്പോൾ ഇവർക്ക് 30 കൊല്ലത്തെ എഗ്രിമെന്റ് ആണ് ഈ റോഡിന്റെ ഗ്യാരണ്ടി. അല്ലെങ്കിൽ 15 കൊല്ലം 17 കൊല്ലം ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടിന്റെ ഉള്ളിൽ മഴ പെയ്ത് റോഡ് നാശമായി കഴിഞ്ഞാൽ ഇവരെന്നെ നന്നാക്കുക, വീണ്ടും 5 രൂപ 10 രൂപ വെച്ചിട്ടാണ് പ്രതിവർഷം ഇവരെ ടോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരും പ്രതിവർഷം വരുന്നില്ല. ഇത് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് വിലക്കയറ്റം രൂക്ഷമായിട്ട് വരികയാണ്. ഇത് പെട്രോളിനും മാത്രമല്ല ഡീസലിനും വിലക്കയറ്റത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വിലക്കയറ്റത്തെ കുറിച്ച് അതായത് കേരള സർക്കാരിനെതിരെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കയറിയിരിക്കുകയാണ്, വില കൂടിയിരിക്കുകയാണ്. അതിനെതിരെ കേരള സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസുകാർ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. ഈ വിലക്കയറ്റം കേരള സർക്കാർ വിജയിച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിലക്കയറ്റം ഉണ്ടാകുന്നതെന്ന് ഈ റോഡിന്റെ നിർമ്മാണങ്ങൾ കൊണ്ട് മാത്രമായിട്ട് വരുന്ന വിലക്കയറ്റങ്ങളാണ്. ഇപ്പൊ ഈ വിലക്കയറ്റം ഇനി തടയാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. കാരണം ഇത് 15 കൊല്ലത്തിനാണ് ഈ റോഡ് കരാർ കൊടുത്തിരിക്കുന്നത്. ഈ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരിത് വിട്ടിട്ട് പോവുകയാണെങ്കിൽ ആദ്യം പാലിയേക്കര ടോൾ വിട്ടിട്ട് പോകണം. അതിപ്പോ ചുരുങ്ങിയത് 17 വർഷത്തോളമായി. കാരണം ഓരോ വർഷവും ഈ പറയുന്ന ഉന്നതരായിട്ടുള്ള ആളുകളുടെ ബന്ധത്തിൽ, അതായത് കമ്മീഷൻ പ്രമുഖരായിട്ടുള്ള എല്ലാവർക്കും രാഷ്ട്രീയക്കാരുടെ പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സാധാരണക്കാര് എന്നും അവര് പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിന്ന് ജീവിച്ചോളണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാർ പറയുന്നതും പബ്ലിക് കേട്ടവരണം. കാരണം ഇവിടെ ജനാധിപത്യത്തിൽ ഇന്ന് ജീവിക്കുന്നത് ഇവർ രണ്ടുപേരാണ്. ഒന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒന്ന് രാഷ്ട്രീയക്കാരും. സാധാരണക്കാരന് ഒരു നേരം കഞ്ഞി കുടിക്കാൻ വഴിയില്ലാണ്ട് നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിലക്കയറ്റം കാരണം കൊണ്ട്. ഒരാളും ഈ ദിവസം വരെ, ഈ ഇലക്ഷൻ ദിവസം വരെ ഒരു ചാനലോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വിലക്കയറ്റത്തിനെ പറ്റി സംസാരിക്കാത്തതാണ് എന്നെ അത് വളരെ വിഷമത്തോടെ എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം 10 കൊല്ലം സംസ്ഥാന സർക്കാർ എവിടെയാണ് വർദ്ധിപ്പിച്ചത്? സംസ്ഥാന സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിലക്കയറ്റം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അവര് പറഞ്ഞ അച്ചത്താണ്. അതിന് ഞാൻ കുറ്റം പറയില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ എനിക്ക് കണ്ണിന്റെ കണ്ടുകൂടാ. പക്ഷെ അവര് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വിലക്കയറ്റം കൊടുക്കുന്നത് അവരല്ല. അവർ വിലക്കയറ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബിൽഡിംഗ് വർക്ക്, മറ്റുള്ള ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കൊണ്ടിരുന്നത് ഈ റോഡ് കൂടെയാണ് പോകുന്നത്. പാലക്കാട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് 22,000 രൂപ കൊടുക്കുന്ന ട്രെയിലർ ലോഡ് കയറ്റിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഈ ടോളിന് മാത്രമാണ് 22,000 കൊടുക്കുന്നത്. പാലിയേക്കര ടോളിന് 22,000 വേറെ. അത് കഴിഞ്ഞാൽ അത് മറ്റേ നമ്മള് ആലപ്പുഴ ടോളിന്റെ അവിടെ 280 രൂപ അത് വേറെ. ഈ 3 ടോളും പാടെ 3 മാസം കൊണ്ട് ഈ ഫണ്ടിന്റെ ടാക്സിന്റെ 3 ഇരട്ടിയാണ് ഇവർ പിരിക്കുന്നത്. 1 ലക്ഷം രൂപ ടാക്സിന് മാത്രം എടുക്കുന്നത്. ഇതിപ്പോ ഒന്ന് കണക്കൂട്ടി 22,000 ഉറുപ്പിയാണിത്. 22, 44 ചില്ലറ പ്ലസ് ആ വണ്ടിന്റെ 14 വീല് വണ്ടിന്റെ ടാക്സ് എത്രയെന്ന് ഞാൻ പറഞ്ഞതാ. സംസ്ഥാനത്തിന്റെ ടാക്സ് ആണ് ഈ പറയുന്നത് 14 വീലിന്റെ.
14 വരിലെ ടാക്സ് വന്നിട്ട് ഇപ്പൊ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ 14 വരിൽ 21,460 രൂപ ടാക്സ് പ്ലസ് ക്ഷേമനിധി 1,450 രൂപ ഉരുവിട്ടാണ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചോദിക്കേണ്ടത് ഞാനോ നിങ്ങളോ ജനങ്ങളല്ല, ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവായ ഈ രാഷ്ട്രീയക്കാരനാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് മനഃപൂർവ്വം നമ്മളെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2014 മുമ്പ് വരെ നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു. അതേ സമയത്ത് 2014 ശേഷം ഇന്ത്യ എന്ന രാജ്യത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളെ പോലെ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറമാണ് കാര്യം. കാരണം ഒരു വീട് നമ്മൾ വാടക എടുത്തു കഴിഞ്ഞാൽ മാസം 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ വാടക കൊടുത്താൽ മതി. പക്ഷെ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം കറണ്ട് ബില്ല് കേട്ടല്ല, ജോലിയില്ലായ്മ, വീട്ടുവാടക 3 മാസം. വണ്ടി അത് ഓടിയിട്ടുണ്ടെങ്കിലല്ലേ ചെലവുള്ളൂ. ഓടിയിട്ടില്ലെങ്കിൽ ടാക്സും ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കട്ടണം. അത് അവിടെ കറക്കട്ടെ. പക്ഷെ ഇനിയിപ്പോ ഒരു വേറെ വണ്ടിയിൽ പണിയെടുത്താലും ശരാശരി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലും പാടുള്ള വ്യത്യാസങ്ങൾ. ഇവിടെ കിട്ടുന്ന കൂലി ഒരു ലോറിയിൽ, നമ്മൾ ഓടുന്ന ലോറിയിൽ 120 രൂപയാണ് കൂലി കിട്ടുന്നത്. തമിഴ്നാട്ടിൽ 115 രൂപ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിന്റെ അരിയുടെ വിലയും സംസ്ഥാനത്തിന്റെ അരിയുടെ വിലയും വാളാർ തൊട്ടിട്ട് തുടങ്ങുന്ന ടോള്, വാളാർ തൊട്ടിട്ട് നമ്മുടെ എറണാകുളത്തേക്ക് വരുന്ന ടോളിന് ഇതേ റേറ്റ് തന്നെയാണ്. 66,000 രൂപ ഒരു മാസം കൊണ്ട് ഒരു 14 വീലൊക്കെ സംസ്ഥാന നാഷണൽ ഹൈവേക്ക് കൊടുക്കുക. അത് കൂടാണ്ട് 22,000 23,000 രൂപ ടാക്സ് കൊടുക്കുക. ഒരു ഫെസിലിറ്റി, അതായത് ഒരു റോഡിന്റെ നിലവാരത്തിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ലൈറ്റുകളാണിത്. ഇതൊന്ന് കത്തിക്കാണ് മെഴുകുതിരി ഇതൊന്ന് കത്തിക്കാണ് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ജനങ്ങൾ 500 മീറ്റർ ഇല്ല. ഇത് നാഷണൽ ഹൈവേ തുടങ്ങുന്നോടത്തും അവസാനിക്കുന്നോടത്തും നിൽക്കേണ്ട ഒരു കാര്യം. അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഏത് രീതിയിലും പണം പിടിച്ചു പറിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറയുന്ന പെട്രോൾ വില വർധനവ്, അതുപോലെ തന്നെ ഈ പോലീസിന്റെ, അതായത് ചില ഈ നമ്മുടെ സംസ്ഥാനത്ത് നട്ടികളായ പോലീസുകാരുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൊല്ലം ബൈപ്പാസിൽ റെഗുലർ ആയിട്ട് ഒരു മാസമായിട്ട് 3 ASIമാരുണ്ട്. ഇവര് ചെയ്യുന്ന എന്താ പറയുക, രാവിലെ 7 മണിക്കൂർ വരും, 11 മണി വരെ നിന്ന് പിരിക്കുക. 250 രൂപ മാനുവൽ ഒരു പേപ്പർ വർക്കിനും ബുദ്ധിമുട്ടില്ലെങ്കിലും 250 രൂപ ഫൈൻ അടിക്കും. അത് ചോദ്യം ചെയ്താൽ അവനിക്ക് 500 1000. ഇത് മേടിക്കുന്നവരുന്നതാണ്, ലോറിക്കാരനാണെങ്കിലും ഇത് വാടകയിൽ വർദ്ധിക്കുമ്പോ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് ഇത് പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് 1000 നഷ്ടം എന്റെ വാടക ഞാൻ 1000 കുറക്കുമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന ടാക്സ്, നമ്മൾ ഈ കൊടുക്കുന്ന ടോള്, ഇതൊക്കെ എവിടേക്ക് പോകും? മറ്റേ പാർട്ടിക്കാരുടെ പോക്കറ്റിൽ. നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റോഡുകൾ എവിടെ? കേരള സർക്കാർ പുതിയ റോഡ് ഹൈവേക്ക്, ഈ നാഷണൽ ഹൈവേയിൽ ഒരു ട്രക്കിന് പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണിച്ചു തരുമോ? ഒരു ടോയ്ലറ്റ് ഉണ്ട് പണിയാൻ, ആ ടോയ്ലറ്റ് അവർ പൂട്ടിയിടും. അതിന്റെ അപ്പുറത്ത് ഡ്രൈവർമാർക്ക് കിടക്കാൻ റെസ്റ്റ് റൂം ഉണ്ട്, അതിൽ അവരുടെ പണിക്കാരും കിടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷത്തിനോട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ശബ്ദമുയർത്താത്തത് കൊണ്ടാണ് ഭരണപക്ഷങ്ങൾ, ഇനിയിപ്പോ കേരളത്തിലായാലും കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ വരെ ഇടപെടുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിഷയങ്ങളിലും. കാരണം പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടും. സർക്കാരിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ ഈ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ഇവർക്കറിയാം. അതായത് ഇപ്പൊ കോൺഗ്രസിന്റെ ഒറ്റ തീരുമാനം എന്താണ്? കേന്ദ്ര നയങ്ങളെ എതിർക്കാൻ നട്ടലില്ല, അത് വേറെ കാര്യം. എതിർക്കാൻ ശബ്ദമുയർത്താനും ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് അതെന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു നിയമത്തിനെതിരെയും പറയുന്നില്ല? അതേ സമയത്ത് തന്നെ BJP കൊണ്ടുവരുന്ന, സംസ്ഥാന സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന ആരോപണങ്ങളെ ഏറ്റുപിടിപ്പിക്കുക, അതായത് ഈ എന്താ പറയാ, രണ്ടും ഘട്ട പരിപാടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ ഒരു വസ്തുവിനും പറ്റില്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ഇലക്ഷനിലും നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെ വിഷയങ്ങളിൽ സംസാരിക്കണം, പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവും. 2026 നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നത്. 2026 ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ടോൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊക്കെ പറയാറ്, ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഉള്ളിൽ വിലക്കയറ്റം, ഡീസലിനും പെട്രോളിനും ക്രൂഡ് ഓയിലിനും വില കൂടാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന വിലക്കയറ്റം ഈ ടോളിന്റെ ഈ ബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ എവിടേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കൊല്ലം കൊണ്ട് അത് 26,000 രൂപ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരിക്കലും കോൺഗ്രസിനെ കുറ്റം പറയല്ല. കോൺഗ്രസിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിഷയങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ പ്രതികരിച്ച് തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണല്ലേ? അത്രയാണ്.